മൂന്നാമത്തെ ചോദ്യം. Let A be a symmetric matrix of order 2 with integer entries. പ്രത്യേകം ശ്രദ്ധിക്കണേ, with integer entries. If the sum of the diagonal elements of A square is 1, A square ന്റെ sum of diagonal elements 1 ആണെങ്കിൽ, then the possible number of such matrices is. എത്ര പോസിബിൾ മെട്രിസസ് അവിടെ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. 6, 1, 4, 12. അപ്പൊ നോക്കൂ, ഇതെങ്ങനെയാണ് ചെയ്യാം. എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ്. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. എ ബി ബി സി സിമെട്രിക് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബി ഇവിടെയും ബി എടുത്തത്. എ ട്രാൻസ്പോസ് എടുത്ത് നോക്കൂ നിങ്ങൾ. എ ബി ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കി എഴുതി, സെക്കൻഡ് റോ ബി സി. ഇത് എ തന്നെയാണ് അല്ലേ? ഇപ്പൊ സിമെട്രിക് ആണ്, സിമെട്രിക് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ദെൻ ഇതിലൊക്കെ എ ബി സി ഒക്കെ എന്ത് ഇൻഡിജേഴ്സ് ആണ്? എ ബി സി ഒക്കെ ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്വയർ. എ സ്ക്വയർ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എ ബി ബി സി ഇൻറ്റു എ ബി ബി സി മൾട്ടിപ്ലൈ ചെയ്തോളൂ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, പിന്നെ എ ബി പ്ലസ് ബി സി, അടുത്തത് എ ബി പ്ലസ് ബി സി, നെക്സ്റ്റ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് എ സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ഇതിന്റെ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്. സം ഓഫ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2b സ്ക്വയർ ഉണ്ട് പ്ലസ് സി സ്ക്വയർ. ഈ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് 1 ആണെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? അങ്ങനെ പോസിബിൾ ആയിട്ട് എത്ര മെട്രിസസ് ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ പോസിബിൾ ആയിട്ട് എത്ര മെട്രിക്സ്, അതായത് നിങ്ങൾക്ക് എക്കും ബിക്കും സിക്കും ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം എന്നാണ് ചോദിക്കുന്നത്. എക്കും ബിക്കും സിക്കും ഏതൊക്കെ വാല്യൂസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക നോക്കി നോക്കൂ. അങ്ങനെ എത്ര വാല്യൂസ് കൊടുത്താൽ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള മെട്രിസസ് കിട്ടും എന്നാണ് നമ്മൾ പറയേണ്ടത്. ഈ ഒരു എക്സ്പ്രഷൻ 1 ആവാൻ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഉള്ളത് ഒന്ന് നോക്കി നോക്കി. ഇൻഡിജർ വാല്യൂസേ കൊടുക്കാവൂ എക്കും ബിക്കും. അപ്പൊ നിങ്ങൾ എക്ക് പകരം 1 കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ബിയും സിയും എന്തായിരിക്കണം? 0 ആയിരിക്കണം. വേണ്ടേ? ഓക്കെ, ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ഇട്ടിട്ട് എത്ര കേസുകൾ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. എ ഈക്വൾ ടു 0 ആണെങ്കിൽ, സോറി എ ഈക്വൾ ടു 1 ആണെങ്കിൽ ബി ഈക്വൾ ടു 0, സി ഈക്വൾ ടു 0. ഓക്കെ, ഇനി അടുത്ത പോസിബിലിറ്റി എന്താ? എക്ക് -1 കൊടുക്കാം. അപ്പോഴും ബി 0 ആയിരിക്കണം, സി 0 ആയിരിക്കണം. കാരണം ഇവിടെ എ സ്ക്വയർ ബി സ്ക്വയർ ആണ് വരുന്നത് അല്ലെ? എ സ്ക്വയർ ബി സ്ക്വയർ, സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ്, സോറി എ സ്ക്വയർ ബി സ്ക്വയർ ഒക്കെ വരുമ്പോൾ നെഗറ്റീവ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ, അടുത്ത പോസിബിലിറ്റി നോക്കൂ. എ 0 എടുത്തു എന്ന് വിചാരിക്കും. ബിക്ക് നിങ്ങൾക്ക് 1 കൊടുക്കാൻ പറ്റുമോ? ബിക്ക് 1 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ബിക്ക് 1 കൊടുത്താൽ 2b ആ, 2 1, അപ്പൊ 2 എന്ന് വരും. പിന്നെ അത് മൈനസ് ചെയ്തിട്ട് 1 ആക്കാൻ നമുക്ക് പോസിബിലിറ്റി ഇല്ല, കാരണം നെഗറ്റീവ് ആവില്ല. എ സ്ക്വയറും സി സ്ക്വയറും ഒക്കെയാണ് കൂടെ ഉള്ളത്. അപ്പൊ ബി ഒരിക്കലും എന്താവില്ല? 1 ആവില്ല. ബി എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പൊ പിന്നെ സിയുടെ പോസിബിലിറ്റി എന്താ? 1. എ ഈക്വൾ ടു 0, ബി ഈക്വൾ ടു 0, സി ഈക്വൾ ടു -1. ഈ 4 പോസിബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് എക്കും ബിക്കും സിക്കും കൊടുക്കാനായിട്ട് പറ്റുക. അതായത് എത്ര പോസിബിൾ മെട്രിസസ് ഉണ്ടെന്നാ ചോദിക്കണേ. 4 പോസിബിൾ മെട്രിസസ് കാണും. 1 0 0 0, ഇതൊന്ന്. പിന്നെ -1 0 0 0 2, 0 0 0 1 3, 0 0 0 -1 4. ഇങ്ങനെ 4 പോസിബിൾ വാല്യൂസേ ഉണ്ടാവുള്ളൂ. ഇൻഡിജർ എൻട്രീസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ബിക്ക് 1/√2 ഒന്നും കൊടുക്കാൻ പറ്റില്ല, 1/2 കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ?